السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد. യജമാനനായ ഖാലിഖായ തമ്പുരാൻ നമ്മുടെ ഈ കൂടലും പിരിയലും ഈ സദുദ്യമവും നമ്മിൽ നിന്ന് പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന സമുന്നതരായ ആദരണീയരായ നേതൃത്വങ്ങൾ, ഇന്ന് പ്രഭാതം മുതൽ ഇതുവരെയും തുടർന്നും നടക്കാനിരിക്കുന്ന ആത്മീയ സംഗമത്തിലാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. സുദീർഘമായ ഒരു ഭാഷണത്തിന്റെ സമയമല്ല എന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. ഉദ്ഘാടനവും കേരളത്തിനകത്തും പുറത്തും അനുഗ്രഹീത പ്രഭാഷണങ്ങളെ കൊണ്ട് ആയിരങ്ങളെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന പ്രഭാഷണങ്ങൾ നടത്തിയ മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ, അനസ് അമാനി അടക്കമുള്ള പ്രഗത്ഭരായ പ്രഭാഷകന്മാർ ഇവിടെ പ്രഭാഷണം നടത്താനുണ്ട്. അതിനു മുമ്പ് പ്രിയപ്പെട്ട സ്നേഹിതൻ മടവൂർ സയ്യിദലവി മുസ്ലിയാരുടെ അത്യുജ്വല ഉദ്ഘാടനവും ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഇന്ന് രാവിലെ നൂറുകണക്കായ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും നേതൃത്വത്തിലായി അഭിവന്യരായ മഹ്ബൂബുൽ ഔലിയ ഉമറുൽ ഫാറൂഖ് ഉസ്താദിന്റെ അനുജ സഹോദരൻ വന്യരായ അഷ്റഫ് ഉസ്താദിന്റെ നേതൃത്വത്തിലുമായി ഫാറൂഖ് ഉസ്താദിന്റെയും ഉമ്മയുടെയും ഖബർ സിയാറത്തോടു കൂടെയാണ് ഈ ആത്മീയ സംഗമത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം സാധാരണ എല്ലാ ഉറൂസുകളിലും നടക്കുന്നത് പോലെ അത്യുന്നതമായ ആത്മീയമായ സ്ഥിരാകേന്ദ്രങ്ങൾ കീഴടക്കിയ അഭിവന്യരായ ഔലിയാക്കളുടെയും സയ്യിദന്മാരുടെയും ഉലമാക്കളുടെയും ഒക്കെ ഉറൂസ് മുബാറക്കുകൾ കൊടികയറ്റത്തോടു കൂടെയാണ് അതിൻ്റെ മർമ്മപ്രധാനമായ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാറുള്ളത്. അതും വളരെ കൃത്യമായി കൊണ്ടുതന്നെ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിലായി നമ്മുടെ ഈ സദസ്സിൽ നടന്നു. അതിനു പുറമെ ഖത്മുൽ ഖുർആനും വിജ്ഞാന സദസ്സുകളും ആത്മീയ മജ്ലിസുകളുമായി നിത്യം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ മജ്ലിസിന് ഇവിടെ സാരഥ്യം വഹിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മജ്ലിസിനെ അടുത്തറിയാത്തവരും ഈ മജ്ലിസിനെ മനസ്സിലാക്കാത്തവരും ഇതിൻ്റെ ഹേതുകമായി പ്രവർത്തിക്കുന്ന ആത്മീയമായ ഒരു ട്രാൻസ്ഫോർമറായി നമ്മുടെ തൊട്ടടുത്ത പള്ളി ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഭിവന്യരായ ഫാറൂഖ് ഉസ്താദിന്റെ ദറജയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ മഹത്വത്തെക്കുറിച്ചോ അറിയാത്ത പലരും നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരികയും അനുഭവിക്കുകയും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും പിന്നെയും ആളുകളെ ഈ മജ്ലിസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രതീതി. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസ് കൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് പുതുജീവിതം നൽകുകയാണ്. ഇന്ന് ഏകദേശം ഒരു 10 വയസ്സായൊരു കുട്ടിയെ
അഭിവന്ദ്യരായ ഉസ്താദിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടി പൈശാചിക ബാധയേറ്റ് കിടന്ന് ഉരുളുകയും നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുകയും ചെയ്ത് ഇങ്ങനെ മരത്തങ്കോട് ഒരു ആത്മീയ മജ്ലിസുണ്ട്, അജ്മീറുൽ ഫാറൂഖി എന്ന നാമധേയത്തിലാണത് നടക്കുന്നത് എന്നറിയിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ എത്തുകയും ഈ മജ്ലിസിനെ മുറുകെ പിടിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി ഇന്ന് നടന്നുകൊണ്ടാണ് വന്നതും പോയതും എന്ന സന്തോഷ വാർത്ത നേരെ കാണുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ ഈ മജ്ലിസിന്റെ ഭംഗിയും വസന്തവും സുന്ദരവും ഒന്നുകൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നൂറുകണക്കിന് സംഭവങ്ങൾ ദിനംപ്രതി ഈ സ്ഥലത്ത് നടക്കുന്ന മജ്ലിസുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നതൊരു പരമാർത്ഥമാണ്. നമുക്കറിയാം, പാവങ്ങളോടുള്ള കാരുണ്യത്തിന്റെ പ്രസക്തി ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട പൊന്നാനി തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ചെറിയൊരു ഭാഗമാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. സമിഅതു അബൽ ഖാസിം അസ്സാദിഖ് അൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുൻസഉർ റഹ്മ ഇല്ലാ മിൻ ഷഖി. അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യം അത് പരാജിതരിൽ നിന്നല്ലാതെ എടുത്തു കളയപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദിന്റെ ആത്മീയമായ കാരുണ്യത്തിന്റെ സാന്നിധ്യം അത് ഈ സദസ്സിനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഏതോ പള്ളിയുടെ മുന്നിൽ മുണ്ട് വിരിച്ചിരിക്കേണ്ട ആളായിരുന്നു. കാരണം അത്രമാത്രം ഞാൻ കടങ്ങളെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഈ മജ്ലിസിനെ കുറിച്ച് അറിഞ്ഞത്, ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് പരിചയപ്പെട്ടത്. അങ്ങനെ ഞാൻ ഈ മജ്ലിസിലേക്ക് വരികയും എൻ്റെ വേവലാതി ഞാൻ കണ്ണുനീരോടുകൂടെ അഭിവന്ദ്യരായ ഉസ്താദിന്റെ മുന്നിൽ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ ഉസ്താദ് എനിക്കൊരുപാട് ദിക്റുകൾ ചൊല്ലാൻ തരികയും, ഞാൻ അന്ന് വരെ നിസ്കരിക്കാത്തവനായിരുന്നു, നിസ്കാരത്തിനു ശേഷം അത് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിസ്കാരം തുടങ്ങുകയും അതോടുകൂടെ ആ ദിക്ർ ആരംഭിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വന്നു. ഇന്ന് ഞാൻ എൻ്റെ ഉപജീവനം മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കേണ്ട ഒരു ഗതിയിലേക്കെത്താതെ എൻ്റെ കുടുംബത്തെ പോറ്റാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുകയാണ്. ആ സമയത്ത് ഞാൻ ആലോചിച്ചൊരു സത്യമുണ്ട്. ജുമുഅ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് പള്ളി വരാന്തകളിൽ അല്ലെങ്കിൽ പള്ളി മുറ്റങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പാവപ്പെട്ട ഉമ്മ പെങ്ങന്മാർ മുണ്ട് വിരിച്ചും മുഖമക്കന ധരിച്ചും അവരിങ്ങനെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാളുടെ മുന്നിലേക്ക് കെഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാനപ്പോൾ ആലോചിച്ചു പോയി, പടച്ച തമ്പുരാനെ, ഈ കത്ത് കൊടുത്തയക്കുന്ന പള്ളിക്കമ്മറ്റിക്കാർ നമ്മുടെ പരിസരങ്ങളിലോ നമ്മുടെ നാടുകളിലോ ഉണ്ടല്ലോ. ഈ ഒരു കത്ത് കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇരക്കാനും കൈനീട്ടാനും പറഞ്ഞേക്കുന്ന പാവപ്പെട്ട ഉമ്മയുടെ മനസ്ഥിതി എന്തായിരിക്കും? ഒരു കുട്ടിയെ കെട്ടിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റാനോ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്തവരായിരിക്കുമല്ലോ ഇവർക്ക് എന്തെങ്കിലും ആ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഒരു സമാധാനത്തിന്റെ, സഹായത്തിന്റെ, സാന്ത്വനത്തിന്റെ എന്തെങ്കിലും ഒരു കൈനീട്ടം കൊടുത്താൽ ഈ പാവപ്പെട്ട സഹോദരിമാർ അന്യനാടുകളിലും അന്യ പള്ളികൾക്ക് മുമ്പിലും വന്ന് കൈനീട്ടുന്നൊരു സ്ഥിതി ഉണ്ടാവുകയില്ലല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ തീർച്ചയായും അതിന് വ്യക്തമായൊരു ഉദാഹരണം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നമ്മുടെ നാടുകളിലുള്ള ഖതീബുമാരും നമ്മുടെ നാടുകളിലുള്ള കമ്മിറ്റിക്കാരും നമ്മുടെ സാന്ത്വന പ്രവർത്തനത്തിന്റെ ആളുകളും
കണ്ണീരൊപ്പുന്ന കാരുണ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മുതിരുന്നിടത്ത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പി അവരെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് യാചിക്കുവാനും കൈനീട്ടുവാനും പറഞ്ഞേക്കുന്നതിന് മുമ്പ് ഒരു ദിവസം അവർ കൈനീട്ടിയാൽ തന്നെ 10 രൂപയോ 5 രൂപയോ 2 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ ഒക്കെ കൊടുത്തിട്ട് വൈകുന്നേരമാകുമ്പോൾ കിട്ടുന്നത് 500 രൂപയോ 600 രൂപയോ ഒക്കെ ആയിരിക്കും. ആ ഒരു 500 രൂപയോ 600 രൂപയോ ആ കമ്മിറ്റിയോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു പ്രമാണിയെ വിളിച്ച് ആ സഹോദരിക്കൊരു കൈനീട്ടം നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. കാരുണ്യമെന്ന് പറയുന്നത് അത് പരാജിതരിൽ നിന്നാണ് എടുത്തു കളയുന്നത് എന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അഭിവന്യരായ അഷ്റഫ് ഉസ്താദിന്റെ സന്നിധാനത്തിലേക്ക് ദിനം പ്രതി ഇവിടെ കടന്നു വരുന്നത് 100 കണക്കിന് പാവപ്പെട്ടവരാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തവർ. ഞാൻ അതിനെക്കുറിച്ച് വിശാലമായി പറയുകയല്ല. ജാടകളില്ലാത്തൊരു മജ്ലിസ് ഞാൻ ഇന്ന് ആലോചിച്ചു പോവുകയാണ്. സുന്ദരമായൊരു വേദി ഇവിടെ ഒരുക്കിയിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പാകപ്പെട്ട സദസ്സും ഇവിടെ ഉണ്ടായിട്ട് നല്ല മൈക്കും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ട് ഇന്ന് ആ സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസ് നടന്നത് ഈ ഹാളിൽ വെച്ചുകൊണ്ടാണ്. ജാടകളില്ലാത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ആഗ്രഹങ്ങളോ ആസ്വാദനങ്ങളോ മറ്റുള്ളവരൊന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടോ അല്ല ഈ ആത്മീയ മജ്ലിസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഫാത്തിഹകള് ഈ മജ്ലിസിൽ എന്നും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഔലിയാക്കളുടെ പേരിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ, അതിനു മുമ്പുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളടക്കം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അങ്ങനെ തുടങ്ങി പ്രഗത്ഭമതികളായ മഹതിമാരുടെ പേരിലും പ്രഗത്ഭരായ സ്വഹാബികളുടെയും ഉന്നതരായ ഉന്നത ശീർഷരായ മഹാരഥന്മാരുടെ പേരിലുമൊക്കെ ആയിരക്കണക്കിന് ഫാത്തിഹകൾ വിളിക്കുന്നു. അതിനുശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുകയാണ്. ഈ മജ്ലിസിന്റെ സ്വീകാര്യതയ്ക്ക് കൂടുതലൊന്നും പറയേണ്ടതില്ല. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആയിരങ്ങൾ ഒന്നിച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലി യജമാനനായ ഖാലിഖായ പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുമ്പോൾ ഈ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ മജ്ലിസ് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. കൂടാതെ ഓരോ ദിക്റുകളും ഒരുപാട് തവണ ചൊല്ലുമ്പോൾ, അതും ദിനം പ്രതി ചൊല്ലുമ്പോൾ ഈ മജ്ലിസിന്റെ പ്രത്യേകതയും മഹാത്മ്യവും വളരെ കൂടുതൽ വർണ്ണിച്ച് പറയേണ്ടതില്ല. ബോധ്യപ്പെട്ടവരായിരിക്കും ഈ മജ്ലിസിൽ ഉണ്ടാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് കൊടികയറ്റം നടക്കുന്ന സമയത്ത് നമുക്കറിയാം എത്രയോ ചെറുക്കുള്ള ചെറുപ്പക്കാരുടെ ശരീരത്തിൽ നിന്നാണ് രക്തങ്ങൾ ഒലിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തേ അത്? അവർക്ക് വേവലാതികളുണ്ട്, സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ പറയാൻ പറ്റിയത് ഏതെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു വിദ്യാസമ്പന്നനായ ഡോക്ടറുടെ മുന്നിലല്ല, മറിച്ച് ആത്മീയമായ ചികിത്സയാണ്. അതിന് അഭികാമ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മജ്ലിസിലേക്ക് അത്തരം ആളുകൾ കടന്നു വന്നത്. എത്രയോ അനുഭവങ്ങൾ ഈ മജ്ലിസിന് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങകല നിന്ന് നോക്കിക്കാണുന്നത് പോലെയല്ല ഈ മജ്ലിസിന്റെ അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ വിഹായുസ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഈ മജ്ലിസിനെ കാണുന്നുണ്ടോ അത്രത്തോളം ഈ മജ്ലിസ് വളർന്ന് പന്തലിച്ച് പാവങ്ങളുടെ കണ്ണീരൊപ്പി എന്നും പാവപ്പെട്ടവരെ അരുചേർത്തി കൂട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നിൽക്കുന്നവരാണ് ഈ മജ്ലിസും ഈ മജ്ലിസിന്റെ സാരഥ്യവുമെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദിനെ കുറിച്ച് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അനുഭവസ്ഥരായ ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവിടത്തെ ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, സിയാറത്തിന് പോകുന്ന സമയത്ത് ചുരുങ്ങിയതൊരു 500 പേരെങ്കിലും കാൽനടയായി ആ ആത്മീയമായ സ്ഥിരാ കേന്ദ്രം,
അത് പാവപ്പെട്ടവരുടെ വേദനകൾക്ക് അത്താണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടേക്ക് നടന്ന് വരികയാണ്. അവിടെ എത്തിയപ്പോഴേക്ക് നൂറുകണക്കായ സൂറത്തുൽ ഇഖ്ലാസുകൾ, അതുപോലെ തന്നെ മങ്കൂസ് മൗലിദിന്റെ വരികള്, അതുപോലെ തഹ്ലീലുകള് ഒക്കെയും ആ മഖാം പരിസരത്ത് നല്ലോണം ഉരുവിട്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള നല്ല ഒരു സാഹചര്യത്തിലായിരുന്നു പാവപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പുന്ന ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദിന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരന് അദ്ദേഹത്തിന്റെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, ഉമ്മയുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടെയും നമ്മൾ നേരിട്ട് കണ്ട ചില അനുഭവങ്ങളുണ്ട്. അവർക്ക് പറയാൻ പറ്റാത്ത വിഷമങ്ങളും സങ്കടങ്ങളും അടക്കി പിടിച്ചുകൊണ്ടാണ് അവരുടെ വേവലാതികൾ അവരെ കെട്ടയിക്കുന്നത്. അത് നമ്മുടെ മുന്നിലല്ല. ആത്മീയമായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുത്തൂനസ് സകാത്ത്, പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, നിസ്കാരം നിലനിർത്തിയവർ, സകാത്ത് കൊടുത്ത ആളുകൾ, അവരെയാണ് നമ്മൾ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു നമുക്കതിന് ഇജാബത്ത്, അതിന് ഉത്തരം, അതിന് നമുക്ക് മറുപടി, അതിന് നമുക്ക് പരിഹാരം അല്ലാഹു നൽകുകയാണ്. നമ്മൾ ആ മഹാനോട് ചോദിക്കുകയല്ല, ആ മഹാൻ നിമിത്തമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സഹായം നമുക്ക് നൽകുകയാണ്. നമ്മൾ ആരും അല്ലാഹുവിനോട് ചോദിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദിനോട് ചോദിക്കുന്നില്ല. ഫാറൂഖ് ഉസ്താദ് ഒരു കാരണമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തുകൂടെ നമുക്കൊരു സഹായം ലഭിക്കണം. അതാണ് നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ആശയ അടിസ്ഥാനത്തിലൂടെ തന്നെയാണ് നമ്മുടെ ആ ഇസ്തിഗാസയും തവസ്സുലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന, ഞാനിന്ന് ആലോചിച്ചു നോക്കുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുന്നിൽ ഒരു കുറഞ്ഞ നേരം നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് പല വേവലാതികളും പറയുമ്പോൾ അതൊക്കെയും കേട്ട് അതെല്ലാം ഉൾക്കൊണ്ട് അതിനൊക്കെ പരിഹാരം കൊടുത്ത് മജ്ലിസിന്റെ മഹത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ പിന്നെയും ഈ മജ്ലിസിനെ പരിചയപ്പെട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രതീതി. അല്ലാഹുവേ, അവിടത്തേക്ക് നീ ദീർഘായുസ്, ആഫിയത്ത്, ഇസ്സത്ത്, സലാമത്ത്, റാഹത്ത്, സന്തോഷം, സമാധാനം നീ നൽകണേ അല്ലാ എന്ന് ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഇന്ന് പ്രഭാത സമയത്ത് ഖബർ സിയാറത്തിന് നേതൃത്വം കൊടുത്ത മഹല്ലിന്റെ ഖതീബ് ബഹുമാനപ്പെട്ട യൂസുഫ് ബാക്കവി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ്, ഷെയ്ഖുന വി.എസ്. ഉസ്താദ് കുടികയറ്റത്തിന് ആരോഗ്യങ്ങളൊന്നും വകവെക്കാതെ ബഹുമാനപ്പെട്ട വി.എസ്. ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് എത്തി. അൽഹംദുലില്ലാ, ഒരുപാട് സമയം ഉസ്താദ് അവറുകൾ ഇവിടെ സമയം ചെലവഴിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ദുആകളും ഉസ്താദ് അവറുകൾ നടത്തി. അതുപോലെ തന്നെ ഇവിടെ അന്നദാനത്തിലേക്ക് സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹാഫിള് മൻസൂർ അഹ്സനി മണ്ണാർക്കാട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം സഖാഫി, അതുപോലെ ഇവിടെ നമുക്ക് എല്ലാം വളരെ ഭംഗിയാക്കി ഗാനം ആലപിച്ച ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ബാംഗ്ലൂർ, അതുപോലെ ഇനി ഇവിടെ നടക്കാനിരിക്കുന്ന ആത്മീയമായ പ്രഭാഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഹാഫിൾ മസ്ഊദ് സഖാഫി ഗൂഡല്ലൂര്, അതുപോലെ തന്നെ അനസ് അമാനി പുഷ്പഗിരി, ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മുസ്ലിയാർ മടവൂർ, ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും, ഇതിനൊക്കെ ഒരു ഉപദേശകനായി ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ അലി ഹാജി, അതുപോലെ നമ്മുടെ മജീദ് ഹാജി, ഒരുപാട് ഹാജിമാരുടെയും ഉമറാക്കളുടെയും ഉലമാക്കളുടെയും നേതൃത്വം, എല്ലാവർക്കും ദീർഘമായൊരു സ്വാഗതം പറയുന്നില്ല. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിയായ ആശയങ്ങൾ പറയാനും ആദർശത്തിൽ ഉറച്ചു നിൽക്കുവാനും
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാവർക്കും ഇവിടേക്ക് എത്തിയിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ മജ്‌ലിസ് മാത്രം ലക്ഷ്യം വെച്ച് പ്രഭാത സമയത്ത് തന്നെ സ്വന്തം വാഹനം വിളിച്ചും ബസ്സിലായും അല്ലാതെയൊക്കെ കടന്നു വന്ന ഒരുപാട് ആളുകൾ, ജാതി മത ഭേദ്യമന്യേ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്ദിയും സ്വാഗതമായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിട പറഞ്ഞ് ഈ